നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ആ കാര്യം? എന്താ എന്നെ തന്നെ ഇങ്ങനെ കണ്ണൂരിട്ട് നോക്കുന്നത്? സാറിന്റെ ഉദ്ദേശം എന്താ? എന്നെ കൊല്ലാനാണോ? തന്നെ കൊല്ലാനാ? ഞാനാ? ഒന്ന് പോവാതിന്. അല്ലാതെ പിന്നെ ഇതെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? കമ്പനി നാള് വന്നപ്പോ അച്ഛനും അമ്മയ്ക്കും മാല ഇടുന്ന കൂട്ടത്തില് എനിക്ക് മാല ഇടാൻ പറയണോ? അതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെയാ നടന്നറിയോ? നടന്നല്ലോ, അത് മതി. ഞാൻ കരുതി ഇത്രയും ആളുകൾ ഒന്നിച്ചു വരുമ്പോ പത്മാമ്മയോട് ഒന്നും പ്രതികരിക്കാതെ നിന്നു പോകുന്നു. പക്ഷേ പ്രതികരിച്ചു. ആ കമ്പനിയിലുള്ള മുഴുവൻ പേർക്കും പത്മാമ്മയുടെ ആരാണെന്ന് വൃത്തിയായിട്ട് മനസ്സിലായി. എനിക്കത് മതി. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സാറിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നിട്ട് എത്ര കാലായി? അതിപ്പോ അങ്ങനെ ചോദിച്ചാ കുറച്ച് നാളായി. സാറിന്റെ ജീവിതം മുഴുവൻ സാറിനെ കൈ പിടിച്ച് നടത്തിയത് ഞാനാണോ? പിന്നെന്തിനാ ഇന്റർവ്യൂല് അങ്ങനെയൊക്കെ പറഞ്ഞത്? ആ ഇന്റർവ്യൂല് സ്വന്തം അമ്മയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പത്മ മാഡത്തിന് സന്തോഷമാവില്ലായിരുന്നോ? സന്തോഷമാകുമായിരുന്നു. സ്വന്തം മകന്റെ നാവിന്ന് അങ്ങനെ ഒന്ന് കേൾക്കുമ്പോ ഏതൊരമ്മയ്ക്ക് സന്തോഷമാവും. പക്ഷേ ഇവിടെ പ്രശ്നം വേറെയല്ലേ. പത്മാ മാഡത്തിന് സന്തോഷമാവാൻ പാടില്ല. എല്ലാത്തിന്റെ ഇടയിലേക്ക് എന്നെ വലിച്ചിട്ടോ. അവസാനം ഒരു ദിവസം സാറ് വരുമ്പോ നോക്കിക്കോ, എല്ലാരും കൂടി കൊന്നിട്ടിട്ടുണ്ടാവും എന്നെ. എടോ, തന്നെ ആരും ഒന്നും ചെയ്യില്ല. ഒരിക്കലും എനിക്ക് പ്രിയപ്പെട്ട വർണ്ണത്തിനെ കൊന്നതാ. ആ സങ്കടം നെഞ്ചു വെച്ചുകൊണ്ടാ ഞാൻ തനിക്ക് കാവല് നിൽക്കുന്നേ. തന്നെ ഒരാളും ഒന്നും ചെയ്യില്ലടോ. തനിക്ക് ഒരുപാട് പറയാനുണ്ട് നന്ദിനി. പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങളില് ചിലരൊക്കെ തോറ്റ് തലകുനിച്ചെന്ന് പറയുമ്പോ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, എൻ്റെ മനസ്സിന് കിട്ടുന്നൊരു തണുപ്പുണ്ടല്ലോ, അത് മറ്റാർക്കും പറഞ്ഞറിയില്ല. പൊള്ളൽ അനുഭവിച്ചവർക്കല്ലേ അതിൻ്റെ നീറ്റിലറിയൂ. പക്ഷേ തന്നെ കുറിച്ച് ഞാൻ പറഞ്ഞത് അസത്യമല്ല. ഞാൻ എന്നെ മറന്ന് എങ്ങോട്ടെന്നറിയാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ എവിടെയോ താനെ പിടിച്ചു നിർത്തി ജീവിച്ചോടെയെന്ന് ചോദിച്ചു. താൻ പറയുന്നത് മുഴുവനൊന്നും ഞാൻ അനുസരിച്ചിട്ടില്ല, അനുസരിക്കാൻ പറ്റിയിട്ടുമില്ല. പക്ഷേ എവിടെയൊക്കെയോ തന്നെ അനുസരിക്കുമ്പോ ഞാൻ സന്തോഷിക്കുന്നുണ്ട് നന്ദിനി. ഞാൻ ജീവിക്കുന്നുണ്ട്. പോട്ടെ. താൻ പൊയ്ക്കോ നന്ദിനി, പൊയ്ക്കോ. പൊയ്ക്കോന്ന്. ഇത്തവണത്തെ അവാർഡ് സൂര്യക്ക്, അടുത്ത തവണ നന്ദിനിക്ക്. മകനെയും മരുമകളെയും ചേർത്ത് മമ്മിക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. മമ്മി എഴുതി വെച്ചോ, അവൻ ഈ പറഞ്ഞ വാക്കവൻ പാലിക്കും. അടുത്ത അവാർഡ് അവൾക്ക് തന്നെ കിട്ടും. എന്നിട്ട് ഇന്ന് നടന്നതുപോലെ
ടി വിയിൽ അവളെ കൊണ്ടുപോയി ഇരുത്തും. നാട്ടുകാർ മുഴുവൻ കേൾക്കെ അവൾക്കും വിളിച്ചു പറയാനുള്ളത് അവളും വിളിച്ചു പറയും. നടക്കാത്ത സ്വപ്നങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കാൻ നല്ല രസാ. മമ്മി മുൻപൊക്കെ മമ്മി എന്തെങ്കിലും കാര്യം പറയുമ്പോ എനിക്ക് വിശ്വാസമായിരുന്നു. ഞാനത് നടന്ന് കണ്ടിട്ടുമുണ്ട്. പക്ഷേ നന്ദിനിയുടെ വരവ് മുതൽ മമ്മി പറയുന്ന ഒരു കാര്യങ്ങൾ പോലും നടന്ന് ഞാൻ കണ്ടിട്ടില്ല. മമ്മി ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. പക്ഷെ അവളുടെ മുൻപിൽ എത്തുമ്പോഴേക്കും ആ കാര്യവും ഇല്ലാതെയാവും. മമ്മി തളർന്നു വീഴുകയും ചെയ്യും. കൂടുതൽ തോൽവി കാണാൻ പറ്റാത്തതുകൊണ്ടാ മമ്മി അവനോടൊന്ന് കോംപ്രമൈസ് ചെയ്യും. എന്നിട്ട് അവൾ അംഗീകരിച്ച പ്രശ്നം തീർന്നല്ലോ. അവള് ഞാൻ അതിനപ്പുറത്തൊരു നിമിഷം ഞാൻ ജീവിച്ചിട്ടെന്താടി? പോട്ടെ, ഇന്നത്തെ ദിവസം ഇരുട്ടി വെളുത്തല്ലേ പറ്റൂ. ശുഭപ്രതീക്ഷയോടെ കാത്തിരുന്ന നേരം വെളുക്കുമ്പോ മറിച്ചെന്തെങ്കിലും സംഭവിച്ചോ? മറിച്ച് എന്ത് സംഭവിക്കാൻ? ഇന്ന് അവളെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു, നാളെ മറിച്ചും പറയാം. ഇന്ന് അവളുടെ കഴുത്തിൽ മാലയിട്ട് സ്വീകരിക്കാൻ പറഞ്ഞ അതേ അവൻ നാളെ അവൾക്ക് നേരെ കൈപൊയ്ക്കാലോ. ഒരുപക്ഷെ നാളത്തോടെ അവര് പരസ്പരം പിരിഞ്ഞേക്കാം. മമ്മി കിടന്നുറങ്ങിക്കോ. ഇത്തരം സ്വപ്നങ്ങൾ ഉറക്കത്തിലാവുമ്പോ ഒന്നുകൂടി തെളിഞ്ഞു കാണാൻ പറ്റുമെന്നാ പറയുന്ന. നീ ചെല്ലുമോളെ, ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ കൺമുമ്പിൽ സംഭവിക്കും. എന്റെ കാര്യത്തിൽ എന്റെ മക്കൾക്ക് നഷ്ടപ്പെട്ട കോൺഫിഡൻസ് എങ്കിലും എനിക്ക് തിരിച്ചു പിടിക്കണ്ടേ? സോ ഗുഡ് നൈറ്റ്. എന്താ നാളെ? എന്തായാലും ഒരുങ്ങി തന്നെയാ. എന്ത് സംഭവിച്ചാലും നമുക്ക് ലാഭം. മോളെ, നീ ആ മണിയൊന്ന് വിളിച്ചേ. നന്ദിനി എവിടെടോ? നന്ദിനി എഴുന്നേറ്റില്ല മാഡം, പോയി വിളിക്കണോ? വേണ്ട തന്നെ മമ്മി വിളിക്കുന്നു. ഓ